അപ്പൊ ഇന്ന് നമ്മളൊരു ബീച്ച് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. വീട്ടിനകത്ത് ബീച്ച് ഉണ്ടാക്കുമ്പോ അമ്മ നമ്മളെ വിരട്ടിക്കൊണ്ട് ഓടും. അപ്പൊ നമ്മള് അമ്മ കാണാതെ വീട്ടിനകത്ത് ബീച്ച് ഉണ്ടാക്കണം സീക്രട്ട് ആയിട്ട്. നമ്മൾ അന്ന് പൂൾ ഉണ്ടാക്കിയപ്പം അവർക്ക് അറിയാമായിരുന്നു ഇവരെന്തോ ചെയ്യുവാണെന്ന്. ഇപ്പൊ നമ്മൾ ഇന്ന് ഒന്നും അറിയാതെ ചെയ്യാൻ പോവാണ് വീട്ടിനകത്ത് ബീച്ച്. അതായത് ഇന്ന് രാത്രിക്കകത്ത് നമ്മൾ തീർക്ക്, നാളെ രാവിലെ അവർ നോക്കുമ്പോ ബീച്ച് കാണുന്നു വീട്ടില്. അമ്മ കയറി വന്നിട്ട് ഹല്ലേലൂയ. ബീച്ച് എന്ന് പറയുമ്പോ മണ്ണ്, വെള്ളം. ബീച്ച് എന്ന് പറയുമ്പം ഒറിജിനൽ മണ്ണ്, ഒറിജിനൽ ഉപ്പ് വെള്ളം എല്ലാം ഉണ്ട്. ഒറിജിനൽ മീന്. അത് ആനിയെ കിടത്തിയിട നമുക്ക്. അവിടെ കോഴി ഉണ്ടാവും. നമ്മൾ ഇവിടെയാണ് ബീച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ. ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്യാൻ ഇച്ചിരി ഈസിയാണ്, പക്ഷെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അപ്പോഴാണ് അമ്മയുടെ എക്സ്പ്രഷൻ നമുക്ക് അവിടെ കയറി ഒരു ബാബു വാവ് അടിക്കണം. കാരണം എന്താ അറിയാം, അമ്മയൊക്കെ മുകളിൽ കയറി വരുന്നത് ഭയങ്കര റെയറാണ്. അപ്പൊ അമ്മ കാണത്തില്ല രാവിലെ. എന്തായാലും നമ്മൾ കാണിച്ചു കൊടുക്കാം. അപ്പൊ ആകെ വല്ലപ്പോഴാണ് തൂക്കുന്നത്. അപ്പൊ കണ്ട അത് ഇവിടത്തെ അഴുക്കിങ്ങനെ എടുക്കാൻ. നമ്മളിവിടെ ബീച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് വെക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലെക്സ് വേണം. എങ്കിൽ തന്നെ പക്ക ഒരു ബീച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഫ്ലെക്സ് മേടിക്കാൻ പോവാം. ഗൈസ്, ഇതില്ലേ, ഇത് ആനയാണ് ഞങ്ങൾക്ക് അളവെടുത്ത് അയച്ചു തന്നത്. ഇത് അതിനേക്കാൾ വലുതായിരിക്കണം തോന്നുന്നു. ഇല്ല പക്ക പക്ക പക്ക. അല്ലെങ്കിൽ ഞാൻ ഒരു ഇന്റീരിയർ ഡിസൈനർ ആയിരിക്കുന്ന ഒരു കാര്യമില്ല. നമ്മുടെ കൈ ഇങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നത്. പൊക്കടാ, എനിക്ക് ഇത്ര പൊക്കോ, നിനക്ക് പൊക്കല്ലേ? പ്രൊഫഷണൽ, 100% പ്രൊഫഷണൽ. അത് ഒരു പെർസെന്റേജ് പ്രൊഫഷണൽ എന്ന വാക്ക് ഉപയോഗിച്ച് അവിടെ തീർന്നില്ല. പക്ഷെ ആനി കഴിവുള്ള കുട്ടിയാണ് കേട്ടോ ഗൈസ്. ആനി ഒരു കഴിവ്. ഗൈസ്, നമ്മൾ മുകളിലുള്ള കയറ് കെട്ടിയിട്ട് ഇനി ഈ സാധനം എടുത്ത് മുകളിൽ നമ്മൾ ഹാങ് ചെയ്തിടണം. ആനി കയറ്, മുകളിൽ കയറ്. അളവിച്ചിരി തെറ്റാണല്ലോ നാദാ. അത് നമ്മൾ ഹാങ് ചെയ്തിടണം. പിന്നെ നമുക്ക് നമ്മുടെ എക്സ്ട്രാ ഇവിടെ ഉള്ള വൈറ്റ് സ്പേസ് കട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അളവാണ് തന്നത്. നീ നോക്കോ. ആനി കറക്റ്റ് അളവാണ് തന്നത്. എന്തോ സാധനത്തിന് ഇത് ഇങ്ങോട്ടായി. പക്ഷെ കുഴപ്പമില്ല ഞാന്. അത് നിങ്ങൾ ചിലപ്പോ തെറ്റിയെടുത്തിട്ടുണ്ടാവും. എന്നെ എന്തിനാ ബ്ലെയിം ചെയ്യുന്നത്? നമ്മളാണെങ്കിൽ ഇത് സ്റ്റാപ്ലർ പിൻ ഇല്ലാത്തതുകൊണ്ടും മൊട്ട പിന്നിട്ടാണ് വെക്കണത്. പക്ഷെ എത്രത്തോളം നിൽക്കുമെന്ന് അറിയത്തില്ല. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമുക്കുള്ള ഹെവി പണി. ഇതന്നെ മതി. ഇപ്പൊ നമ്മൾ ബീച്ചിലിരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നത്. ഇത് വെച്ചപ്പോഴേ ടയേർഡായി. ഇനിയാണ് നമുക്കുള്ള ഹെവി പണി വരുന്നത് ഗൈസ്. ഗൈസ്, നമ്മളില്ലേ, നമ്മൾ കടലിനെ ഇങ്ങനെ വളച്ച് കൊണ്ടുപോകാൻ പോകുന്നു ഗൈസ്. അതിനാണ് പടം വരയ്ക്കുന്നത്. പടം വരയ്ക്കണ ഗൈസ്, നമ്മൾ ഈ വീഡിയോ രാത്രിയാണ് എടുക്കുന്നത്. അപ്പൊ രാവിലത്തോടെ ഈ വീഡിയോ തീരുമായിരിക്കുമെന്ന് തോന്നുന്നു. തൂക്കാന്ന് വിചാരിച്ച് ചൂലെടുത്തപ്പോ എങ്ങനെ നോക്കും, കമ്പി എടുത്താൽ കുത്തി വെച്ചിരിക്കുന്നു. ഗൈസ്, ബീച്ച് ആയത്, ബീച്ചിൽ മണ്ണും വേണം കടലും വേണം. നമ്മൾ കടൽ ഇതുവരെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്താണ് നമ്മൾ മണലെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഇനി അനി തൂക്കുന്നതായിരിക്കും. ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ ടാർപ്പ വിരിച്ചിട്ടുണ്ട്. ടാർപ്പ വിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകുന്നത്. കടൽ ഇതറിയാമോ? ഇത് കടൽ, ഇത് കടലമ്മ. കടലമ്മ കള്ളി. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന്. നമ്മളിത് ഒട്ടിച്ചിട്ട് ഇതിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സാധനം ഒട്ടിക്കും. അതല്ലേ ഞാനും പറഞ്ഞത്. ഗൈസ്, നമ്മൾ ഇതിനാണ് ഇവിടെ വച്ചത്.
വെള്ളം അതിനെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ ആ സാധനം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടാർപ്പ് വിരിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് കാണാൻ ഈസി ആണെങ്കിലും നമ്മൾ കുറേ സമയം എടുത്തിട്ടാണ് ഇത് ചെയ്ത് തീർത്തത്. പെട്ടെന്നായി. നീ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ കൊണ്ടായിരുന്നു. നമ്മൾ പേപ്പർ എല്ലാം വിരിച്ചു കഴിഞ്ഞ് നമുക്ക് മണ്ണിടണം. മണ്ണിടെ നമ്മൾ ഏറ്റവും സേഫ് ആക്കണം, അല്ലെങ്കിൽ മണ്ണെല്ലാം ഫസ്റ്റ് ഫ്ലോറിലോട്ട് ഇങ്ങനെ പോകും. കാരണം ഫുൾ നമ്മൾ പേപ്പർ ഇട്ടേക്കണം. പിടിച്ചാ ഇവനെ ഫെയർ കൊടുത്തത്. നമുക്ക് ഒരു സൈഡിൽ നിന്ന് മണ്ണിടാം, അല്ലെങ്കിൽ എല്ലാവരും കൂടി ചവിട്ടി അത് ഒരുമാതിരി ആക്കും. നമ്മൾ മണ്ണ് ഏകദേശം ഇട്ട് സെറ്റായി. മണ്ണ് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതിൽ കുറെ സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഡെക്കോർ ചെയ്യണം. അപ്പൊ ആവുമായിരിക്കും ബീച്ച്. ഇപ്പൊ സമയം 2:30 ആവാൻ പോകുന്നു, രാത്രി. ചത്ത് നമ്മൾ ടയേർഡായി. നമ്മൾ ഇനി ബാക്കി നാളെ രാവിലെ തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ ഇതിലുള്ള കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ട്. അതിലുള്ള വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. എന്നിട്ട് രാവിലെ നമുക്ക് തുടങ്ങാം. ക്ലീൻ ചെയ്. രാവിലെ ഇവിടെ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു സ്പേസ് ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഒരു പ്രിന്റ് കൂടെ അടിച്ച് ഇതുപോലത്തെ സീൻസ് ആണ് നമ്മൾ ഇവിടെയും കൂടെ വയ്ക്കാൻ പോകണം. അപ്പൊ നല്ല രസമായിരിക്കും. കട്ട് ചെയ്ത് എടുത്ത് നമുക്ക് വയ്ക്കാം. ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് കഴിച്ച് ഇനി നമുക്ക് ഫൈനൽ ഔട്ട് വെള്ളം നിറയ്ക്കണം. അകത്ത് മെയിൻ ഐറ്റം സാധനങ്ങൾ നിറയ്ക്കണം. കടലായ മീന് മസ്റ്റാണ്. അതുകൊണ്ട് മീനിനൊരു കുറവ് നടത്തിയിട്ടില്ല. മീനെല്ലാം ഇവിടെ ഉണ്ട്. പണ്ട് ഓർമ്മ ഉണ്ടാവും നീ മീൻ വളർത്തുന്നത്? പണ്ട് ഞാൻ മീൻ വളർത്തുമായിരുന്നേ. ഇപ്പൊ ഞാൻ സ്കൂളിൽ പോകുന്ന ടൈമിൽ അമ്മേനെ അത് ക്ലീൻ ചെയ്യാൻ കൊടുക്കുമായിരുന്നു. അമ്മ അത് ക്ലീൻ ചെയ്യുമ്പോൾ വാഷ് ബേസിന് ഇടയിൽ 5 മീൻ 10 മീൻ വെച്ച് പോകും. പക്ഷെ രസമായിരുന്നു. ഒരു വലിയ ഇത് നിറയെ മീനുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് മീൻ ഇടാൻ പോവാണ് കടലില്. നീന്തി കളിക്കാൻ സ്ഥലമുണ്ടോ? അയ്യ, അതിന് സന്തോഷം നോക്ക്. സന്തോഷമാണോ വെള്ളം കുറവാണോ എന്ന് അറിയത്തില്ല. നമ്മൾ വലിയ തെങ്ങ് പോലെ ഇരിക്കുന്ന ഈ ചെടി ഇവിടെ വെക്കാൻ പോണ്. കാരണം ചില ബീച്ചിലൊക്കെ കാണാറില്ലേ, ഉണ്ടാവാറുണ്ട്. തായ്ലാൻഡ് ബീച്ച്. ഇതേ തായ്ലാൻഡ് ബീച്ച്. ഇത് ബീച്ച്. കല്ലൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് ഇവിടെ അറ്റത്തൊക്കെ കുറെ കല്ലൊക്കെ എടുത്തിട്ട പക്ക. ഗൈസ്, നമ്മൾ തെങ്ങ് വെച്ച് കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ബീച്ച് വൈബ് തന്നെ. ഒരു തെങ്ങിന്റെ അടിയിൽ നമ്മൾ ഇരിക്കുന്നു വൈബിന്. പക്ഷെ ഇവിടെ ഒരു സാധനം കൂടെ കുറവുണ്ട്. നമ്മൾ തറയിലിരുന്നാൽ മാത്രം പോരാ. കുറച്ച് ചരി. നമ്മുടെ മദാമ ഇവിടെ കിടക്കുന്നു. മദാമ സുഖമുണ്ട്. കുറച്ച് കാറ്റൂടെ വന്നാ സുഖം. നമ്മളിപ്പോ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ബീച്ചിലുള്ള കോസ്റ്റ്യൂം മാത്രം ഇട്ടാൽ മതി. ഇതാണ് നമ്മുടെ ബീച്ചിന്റെ ഫൈനൽ ലുക്ക് ഗൈസ്. ബീച്ചിൽ റിയൽ മണ്ണ് സെറ്റ് ചെയ്ത് മരം സെറ്റ് ചെയ്ത് മരവും മണ്ണെല്ലാം റിയൽ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒറിജിനൽ സാധനം. ബീച്ചിൽ നമ്മൾ എന്താ എൻ്റെ ചെയർ സെറ്റ് ചെയ്ത് അവിടെ ടാൻ മാറുന്നതിന് ടാൻ അടിക്കാൻ ഇല്ലേ, ആ ചെയർ നമ്മൾ സെറ്റ് ചെയ്ത് അതിനുള്ള അംബ്രല്ല സെറ്റ് ചെയ്ത്. അംബ്രല്ല വലുത് സെറ്റ് ചെയ്യാനാണ് ഇരുന്നത്. പക്ഷേ ഈ സ്ഥലത്തിന് അംബ്രല്ല വലുത് സെറ്റ് ആവത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ട് ടാൻ അടിക്കും. റിയൽ ആക്കാൻ വേണ്ടിയിട്ട് ലൈഫ് ജാക്കറ്റ് വരെ സെറ്റ് ചെയ്ത് ഇവിടെ പക്ക. ഞങ്ങൾ കണ്ട ബീച്ച് ഔട്ട്ഫിറ്റ് കൂടെ ആയപ്പോ എല്ലാം കറക്റ്റ് ആയി. എന്താ അറിയാമോ, ഇവിടെ കുറച്ച് പ്ലച്ച് വെയിൽ കൂടെ വന്ന പക്ക ബീച്ചായി. ഇപ്പൊ വെയിലില്ല ഇവിടെ. വരുത്തിക്കും. വെയിലാണെങ്കിൽ വരുത്തിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മെയിൻ ഹൈലൈറ്റ് ആണ് ഗൈസ് നമ്മുടെ ഈ കടലിൽ നമ്മൾ മീൻ ഇട്ടത്. പക്ക. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്തില്ല. 2 ദിവസം ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും ഗൈസ്. നമുക്ക് ഭാവിന് സർപ്രൈസ് കൊടുക്കാം. ഭാവിന്റെ അടുത്ത് പറയാം നമ്മൾ ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പറയാം.
അപ്പൊ അവ റെഡി ആയിരിക്കും. വീട്ടിനകത്ത് ബീച്ച് ചെയ്യാന്ന് വെച്ചപ്പോ ആദ്യം വിചാരിച്ച് എങ്ങനെ ചെയ്യും. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള. നമ്മൾ നോർമലി ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിലാണ് വെച്ചെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ വരത്തില്ല. നമ്മൾ പക്ക ഈ കോർണറിൽ ആ ഫ്ലെക്സ് വെച്ചാണ് പോസിറ്റീവ്. നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ 2 കടൽ, ഇത് കന്യാകുമാരി കടലാണ് ഗൈസ്, അതാണ് ഇങ്ങനെ വളഞ്ഞു പോകുന്നത്. നമുക്ക് അവിടെ റസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മാറ്റ് പോലത്തെ സാധനം. പക്ഷെ ഇതിൽ ഒരു സാധനം കുറഞ്ഞു പോയി. ഒരു ശംഖ് കൂടെ വച്ചിരുന്നെങ്കിൽ പക്ക പെർഫെക്ഷൻ ആയാണ്. ആശിക്ക് എടുത്തിട്ടാണ് നമ്മുടെ ബീച്ചിലുണ്ട്. പക്ഷെ അത് കുഞ്ഞു സാധനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിലും ഉണ്ട്. ആ കുഞ്ഞു ഇതില്ലേ ഇവിടെ എന്തായാലും ഉണ്ട്. വാവ വരുമ്പോ വാവേനെ കൊണ്ട് നമുക്ക് തപ്പിക്കാം. ഗൈസ് നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് നമ്മൾ മരങ്ങളൊക്കെ ഇവിടെ വെച്ചത്? ഗൈസ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇന്റർനാഷണൽ അവിടേക്കുള്ള ബീച്ച് ഉണ്ടല്ലോ, ഒരു തായ്ലാൻഡ് ലെവലിൽ പിടിച്ചാലേ ഒരു ഇവിടത്തെ ബീച്ച് ലെവലിൽ എത്തുള്ളൂ. തായ്ലാൻഡിൽ മലയൊക്കെ ഒന്നും നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു മരം നമ്മൾ ഇത് സെറ്റ് ചെയ്ത വീട്ടിൽ ആരും കണ്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കണം. അതിലൊന്നുമില്ല ഇതില്. 3, 2, 1. അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഒരു ബീച്ച് പോലെ തോന്നുന്നു. മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് സെറ്റപ്പ് സാരം വരുന്നത് ഫീലിംഗല്ലേ. ഒരു ബീച്ച് കാറ്റൂടെ അടിച്ച പക്ക സാധനം. ഈ തല ഭയങ്കരമാണല്ലോ ഇവിടുത്തെ തല. ആരൊക്കെ ഇരിക്കണം ഇവിടെ? തലയൊക്കെ ഭയങ്കരമാണല്ലോ. ഇനി നമുക്ക് വാവനെ വിളിച്ചോണ്ട് വരാം. അവന്റെ ആ ഒരു എക്സ്പ്രഷൻ കൂടെ കിട്ടിയ പക്ക. ഗൈസ് നിങ്ങൾ കമന്റ് ഇടുക, ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. എന്തായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും എടുക്കുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെന്ന് പറയണേ.